എൻ്റെ പേര് മനോജ്. കണ്ണൂർ ഗവൺമെൻറ് ITIയിൽ വയർമെൻ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. വയർമെൻ ട്രേഡ് എന്ന് പറയുന്നത് 2 വർഷത്തെ ട്രെയിനിങ് പീരീഡാണ് നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. നിലവിൽ NSQF സ്റ്റാൻഡേർഡിലെ ട്രെയിനിങ് രീതിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ DGT നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത്. ഒന്നാം വർഷ ട്രെയിനിങ്ങിന് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് സേഫ്റ്റി പ്രിക്കോഷൻസ്, ബേസിക് ഫസ്റ്റ് എയ്ഡ്, ഫയർ, ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഫയർ, പിന്നെ ജനറൽ ടൂൾസ്, സ്പെഷ്യൽ ടൂൾസ്, ബേസിക് ഇലക്ട്രിസിറ്റി, സോൾഡറിങ്, ബ്രേസിങ്, AC മെഷീൻസ്, DC മെഷീൻസ്, ട്രാൻസ്ഫോമർ, സിംഗിൾ ഫേസ് മോട്ടർ, 3 ഫേസ് മോട്ടർ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എർത്തിങ്, പ്ലേറ്റ് എർത്തിങ്, പൈപ്പ് എർത്തിങ്, അതുപോലെ സെൽസ് ആൻഡ് ബാറ്ററി, ഈ വക കാര്യങ്ങളാണ്. രണ്ടാം വർഷ ട്രെയിനിങ്ങിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇൻഡസ്ട്രിയൽ വയറിങ്, ഡൊമസ്റ്റിക് വയറിങ്, കമേഴ്ഷ്യൽ വയറിങ്, ഇല്ലുമിനേഷൻ, സോളാർ സിസ്റ്റം, കൺസ്ട്രക്ഷൻ, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് എന്നീ മേഖലയിലാണ് നമ്മൾ പരിശീലനം നൽകുന്നത്. സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം കുട്ടികൾക്ക് വിവിധ കമ്പനികളിൽ അല്ലെങ്കിൽ ഫാക്ടറികളിൽ അപ്രൻറ്റിസ്, 1 വർഷത്തെ അപ്രൻറ്റിസ് ട്രെയിനിങ്ങിനായിട്ട് പോകാം. അപ്പോൾ അപ്രൻറ്റിസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് നാഷണൽ അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കൂടി അവർക്ക് ലഭിക്കും. പ്രൈവറ്റ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമുക്ക് ടെക്നീഷ്യനായിട്ട്, സീനിയർ ടെക്നീഷ്യനായിട്ട്, അല്ലെങ്കിൽ കാരിയർ ഗ്രോത്ത് ആയിട്ട് മാനേജർ ലെവലിൽ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കേബിൾ ജോയിനറായിട്ട്, കേബിൾ ടെർമിനേഷൻ, EV ചാർജിങ് ടെക്നീഷ്യനായിട്ട്, EV മേഖലയിൽ ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റി ഈ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് ജോലി ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ ഡൊമസ്റ്റിക് അപ്ലയൻസസ് സർവീസിങ് ആൻഡ് മെയിൻ്റനൻസ് ടെക്നീഷ്യനായിട്ട് നമുക്ക് ഈ മേഖലയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റിയുള്ള ഒരു ഫീൽഡാണിത്. കൃത്യമായ അറിവും സാങ്കേതിക മികവും ഉണ്ടെങ്കിൽ നിശ്ചിതമായ ഭാവി കെട്ടിപ്പടുക്കുവാൻ ഈ ട്രേഡിലൂടെ നമുക്ക് സാധിക്കും.